Hello everyone. I'm so glad to come and talk with you today with expectation that God is going to speak to every one of us through his word of God. And let God encourages you and bless you through his word, and at the same time let God bring life and healing to your life. Okay? ദൈവമായ കർത്താവ് തൻ്റെ വചനത്തിലൂടെ തൻ്റെ ആത്മാവിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തോട് ഹൃദ്യമായി സംസാരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവത്തിൻ്റെ കൃപയാ നിങ്ങൾ എന്ത് ചെയ്യുക, അനുഗ്രഹിക്കപ്പെടുക. ഓക്കെ, ലെറ്റ് മീ സ്റ്റാർട്ട് വിത്ത് റീഡിങ് ഓഫ് എ സ്ക്രിപ്ചർ, ദെൻ വി വിൽ കണ്ടിന്യൂ അവർ ടോക്ക്. ഓക്കെ, നമുക്ക് പ്രാരംഭത്തിൽ ഒരു വാക്യത്തിൽ നിന്ന് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയത്തിലേക്ക് നമുക്ക് തിരിയാൻ. കർത്താവ് നമ്മോട് ഹൃദയമായി സംസാരിക്കട്ടെ. That is from Hebrews, book of Hebrews chapter 4, verse 14 to 16. Okay, Hebrews chapter 4, verse 14 to 16. It reads like this: Seeing then that we have a great high priest who has passed through the heavens, Jesus, the Son of God, let us hold fast our confession. For we do not have a high priest who cannot sympathize with our weaknesses, but was in all points tempted as we are, yet without sin. Let us therefore come boldly to the throne of grace, that we may obtain mercy and find grace to help in time of need. Okay, ഞാൻ എൻ്റെ മലയാളം കൂടെ ഒന്ന് വായിക്കാവേ. എബ്രായർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 14 മുതൽ 16 വരെയുള്ള വാക്യം. എബ്രായർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. ദൈവത്തിന് സ്തോത്രം. എബ്രായർ 4-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യം. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ എന്ത് ചെയ്യുക, കൃപാസനത്തിന് അടുത്തു ചെല്ലുക എന്നും എഴുതിയിരിക്കുന്നു അല്ലേ. സോ ഹിയർ ദ ബൈബിൾ സേസ്, വി ഹാവ് the Lord Jesus Christ. He is full of mercy and full of compassion over each and every one of your life. Okay, ഇവിടെ നമ്മൾ കാണുന്നത് യേശു കർത്താവിനെ സംബന്ധിച്ചിടത്തോളം യേശു കർത്താവ് മനസ്സലിവുള്ള ദയുള്ള കർത്താവാണെന്ന് അവിടെ എന്ത് ചെയ്യുകയാണ്, വിവരിച്ചു പറയുകയാണ് അല്ലേ. ബട്ട് അറ്റ് ദ സെയിം ടൈം ഹിയർ സെയിങ്, സോ വാട്ട് വി ഷുഡ് ഡു ഈസ് യൂസ് ദാറ്റ് പ്രിവിലേജ് വിച്ച് ഗാഡ് ഹാസ് ഗിവൺ ടു us. ദൈവം നമുക്ക് നൽകിയതായിരിക്കുന്ന ആ പ്രയോജനത്തെ, തൻ്റെ അടുക്കിലേക്ക് അടുത്തു വരുവാൻ ദൈവം നമ്മോട് ആഹ്വാനം ചെയ്തിരിക്കുന്നതിന് എന്ത് ചെയ്യുക, പൂർണ്ണ മനസ്സോടെ ഉപയോഗിക്കുക, ആ കർത്താവിൻ്റെ സ്ഥലത്തിലേക്ക് അടുത്ത് ചെല്ലുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടുന്നതായ നമ്മുടെ ഭാഗത്തുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് കേട്ടോ. You understand what I'm saying? So here the word of God says very clearly, when it's saying like this. Okay, let me share this with you. When you look to the throne of Jesus Christ, യേശു കർത്താവിൻ്റെ സിംഹാസനത്തെ നമ്മൾ കാണുമ്പോൾ we see especially the dual work of the Lord from that sitting position of the throne. അവിടെ യേശു കർത്താവിനെ നമ്മൾ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശു കർത്താവിൻ്റെ രണ്ട് രീതിയിലുള്ള എന്തുവാണ് പ്രതിഫലനം. കർത്താവ് ഇടപെടുന്ന ഒരു രീതിയുണ്ട്. രണ്ട് രീതികളെക്കുറിച്ച് നമ്മൾ വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കാനായി കഴിയും. ഫസ്റ്റ് ഓഫ് ഓൾ, വെൻ യു ലുക്ക് അറ്റ് ഹിം, യു സീ ഹിം ആസ് കിങ് ഓഫ് കിങ്സ് ആൻഡ് ലോർഡ് ഓഫ് ലോർഡ്സ്, ലൈക്ക് എ മാജസ്റ്റിക് ഗാഡ്, ദ മജസ്റ്റിക് ലോർഡ്, ഗാഡ് ഓൾമൈറ്റി. ഹി ഈസ് സിറ്റിംഗ് ഓൺ ദ ത്രോൺ അല്ലേ. നമ്മളിവിടെ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്,
സിംഹാസനത്തിലിരിക്കുന്ന കർത്താവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ കാണുന്നു അല്ലെ? രാജാതി രാജാവായി കർത്താതി കർത്താവായി യേശു ക്രിസ്തു സിംഹാസനത്തിൽ ഇരിക്കുന്നത് നമ്മൾ കാണുകയാണ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ് ദാറ്റ് വി ആർ സീയിങ് when you see the throne of Jesus Christ in front of our eyes. First of all, we see the majesty of him. Hallelujah. ഒന്നാമത് നമ്മൾ കാണുന്നത് എന്താണ്? യേശു കർത്താവിൻ്റെ അത്ഭുതകരമായ തൻ്റെ വെളിപ്പാടാണ്. രാജാതി രാജാവായി സിംഹാസനത്തിൽ ഇരിക്കുന്ന ആ കർത്താവിൻ്റെ മഹത്വം നമ്മൾ എന്ത് ചെയ്യും? ആ സിംഹാസനത്തിലൂടെ നമ്മൾ കാണുവാനിടയായിത്തീരും. ഹല്ലേലൂയ. But at the same time, when you look at him, the second way of his expressing his his quality, his expressing behavior, he expresses like a high priest. That means showing mercy and compassion to those who are in need. Hallelujah. Recently I heard a story like this. Okay, ഞാൻ ഈ ഇടയ്ക്കൊരു കഥ നമ്മൾ മനസ്സിലാക്കുക. യേശു കർത്താവിനെ നോക്കുമ്പോൾ എങ്ങനെ കാണുന്നത്? സിംഹാസനത്തിലിരിക്കുന്ന ശക്തനായ മഹാരാജാവായ കർത്താവിനെ നിങ്ങളവിടെ കാണാൻ കഴിയും. അതേസമയം മനസ്സലിവുള്ള ദയുള്ള സഹായിക്കാൻ കരം നീട്ടുന്ന ഒരു മഹാപുരോഹിതനെ പോലെയും യേശു കർത്താവ് എന്ത് ചെയ്യാറുണ്ട്? ജനങ്ങളോട്, നമ്മോട് ഇടപെടാറുണ്ട്. തൻ്റെ അടുക്കൽ വരുന്നവരെ താൻ എന്ത് ചെയ്യുന്നു? മനസ്സലിവോടെ ദയോടെ സ്വീകരിക്കുന്നു. ഓക്കെ, സോ റീസെൻ്റ്ലി ഐ ഹേർഡ് എ story like this. One person, he went to see a king. The story is like this. There was a man who done lots of mistake in their society. Okay, when the kings were ruling that time, one person, he was terribly, he was done lots of mistakes in his life, and everyone knew about it, and even the judges knew about it. And now he changed his attitudes. He wanted to be a good person now. Okay, ഞാൻ കേട്ടൊരു കഥ ഇപ്രകാരമാണ്. ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തി തൻ്റെ ജീവിതത്തിൽ രാജാക്കന്മാർ ഭരണം നടത്തുന്ന ഒരു സമയത്ത്, ആ സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തി എന്താണ്? ജനങ്ങൾക്ക് ദ്രോഹകരമായി ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഓക്കെ, എല്ലാവർക്കും അറിയാം, നിയമപാലകർക്കും അറിയാം, എല്ലാവരും കഴിവുള്ള, എല്ലാവരും അറിയപ്പെടുന്ന ഒരു മനുഷ്യൻ. ആ വ്യക്തിക്കൊരു മനം മാറ്റ അനുഭവം ഉണ്ടായി. തൻ്റെ ജീവിതത്തിൽ ഒരു നന്നാകണം എന്ന് ആഗ്രഹിച്ച ഒരു സമയമുണ്ടായി. Now, do you know what he did? He needed a mercy from the king, because the king is the higher authority. അല്ലെ, താൻ ചിന്തിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, രാജാവിൽ നിന്നൊരു കരുണ എനിക്ക് ലഭിച്ചാൽ എന്ത് ചെയ്യാൻ കഴിയും? എനിക്ക് വീണ്ടും ദേശത്ത് നല്ല രീതിയിൽ നല്ല മനുഷ്യനായി ജീവിക്കാൻ കഴിയും. ഓക്കെ, he thought like this, if the king show me the mercy, I can receive what? I can receive the peace, right? I can come, live this in this area as a good person. He thought like that. Now what he done was, he went to see the king boldly, because there was no option. If unless and until he faced the king, the people may stone him or do any harm against him, because he was a wrong person in the society. So now he wanted a mercy from the king. ഈ മനുഷ്യന് രാജാവിൽ നിന്ന് ഒരു ദയ തനിക്ക് ആവശ്യമായിരുന്നു. ക്ഷമിക്കപ്പെടേണ്ട ഒരു ആവശ്യം തനിക്കുണ്ടായി എന്ന് ബോധ്യമായി. Now what he did, he visited the king. Boldly he entered he got some permission and went to see the king. Now when he looked at the majestic sitting, the king, his splendor and everything, he was just terrified. First of all, he just terrified. ആ മനുഷ്യൻ രാജാവിനെ കണ്ടപ്പോൾ, ആ രാജാവിൻ്റെ ആ വലിയ മഹത്വത്തെ കണ്ട സമയം ഈ മനുഷ്യൻ എന്ത് ചെയ്യുമെന്നറിയാമോ? വല്ലാതെ താൻ ഭയപ്പെട്ടു. And he thought, now the king may do any harm against him. So he feared in such a way. So he just knelt down and bowed down before him and said, king, please have mercy on me. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇപ്രകാരമാണ്: രാജാവേ, എന്നോട് കരുണ തോന്നിയാലും, രാജാവേ എന്നോട് കരുണ. എന്നിട്ട് then what he did was, he just closed his eyes tightly and just
bowed down before him and he prostrated before him. അദ്ദേഹം രാജാവിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യുന്നറിയാമോ? സമ്പൂർണ്ണമായി താൻ ഇവിടെ വീണ് കിടന്നു. And he cried. And with a terrifying, the terror in his heart, ഹൃദയത്തിൽ ഭയത്തോടെയാണ് താൻ അവിടെ വീണ് കിടക്കുന്നത്. Do you understand? Now, can you imagine what was going on in his heart? Yes, he may think that now it may be the last moment for my life. Who knows? If the king get angry against me, then surely my life is over. Then I can't expect anything in my life. Okay, അദ്ദേഹം ചിന്തിക്കുകയാണ്, രാജാവ് ഒരു മനസ്സലിഞ്ഞില്ല എങ്കിൽ ഇനി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ജീവിക്കാൻ കഴിയത്തില്ല. But do you know, then suddenly a voice came from that throne. And there the king said, uh, he said, okay, don't worry, I forgive you. When he heard that, his heart thrilled with joy. And he said, his eyes was filled with watery eyes. And he cried a lot that time. And he just thanked the king's love and forgiveness. അദ്ദേഹം എന്ത് പറയുക, രാജാവിൻ്റെ ആ ക്ഷമിച്ച ആ മനോഭാവത്തിന് നന്ദി താൻ പറയാനിടയായി. Right now, through this story, what I want to share with you is, when you look at Jesus Christ, you see the splendor of Jesus Christ, the majesty of Jesus Christ. യേശു കർത്താവിലേക്ക് നോക്കുമ്പോൾ യേശു കർത്താവിൻ്റെ മഹത്വത്തെ നിങ്ങൾ കാണും, ആ ശക്തിയെ നിങ്ങൾ കാണും. But at the same time, when you think, I am unworthy, Lord, I am broken, oh Lord, I done a lot of wrong against my life, oh Lord, will you forgive me? If you say to the Lord, then surely in his mouth this word will come. He will show you mercy. He will show you compassion. യേശു കർത്താവേ, എൻ്റെ കുറവോടെ ക്ഷമിക്കണമേ, ഞാൻ അങ്ങേക്ക് ഇഷ്ടമില്ലാതെ അങ്ങേക്ക് വിരോധമായി ഒട്ടനവധി ചെയ്ത മനുഷ്യനാണ്, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ യേശു കർത്താവിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്ക്, എനിക്ക് നിന്നോട് മനസ്സലിവ് ഉണ്ടാകും, ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു, നിന്നെ ഞാൻ പുതുതാക്കി മാറ്റും. അതായിരിക്കും നിങ്ങളുടെ വായിൽ കേൾക്കുന്നതായ വാക്കെന്നുള്ള കാര്യം മറന്നു പോരുത്. Are you happy? Hallelujah. Okay, another one scripture I just want to show you, that is in Ephesians chapter 1 verse 4 to 6. Let's go there to that scripture. Ephesians chapter 1 verse 4 to 6. Here the Bible says like this: just as he chose us in him before the foundation of the world, that we should be holy and without blame before him in love, having predestined us to adoption as sons by Jesus Christ to himself, according to the good pleasure of his will, to the praise of the glory of his grace, by which he made us accepted in the beloved. Hallelujah. Now you understand one fact, my dear friends. When you come to the presence of God, it is like you are being covered with the righteousness of Jesus Christ or the holiness of Jesus Christ. ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുൻപാകെ നമ്മൾ അടുത്ത് വരുമ്പോൾ we understand the throne of God is holy. അല്ലേ? ദൈവത്തിൻ്റെ സിംഹാസനം വിശുദ്ധമാണ്. Hallelujah. But when you come to the presence of him, you are entering into that presence through Jesus Christ. You covered with the righteousness of Jesus Christ. Okay, നാം യേശു കർത്താവിലൂടെ നമുക്ക് ലഭിക്കുന്നതായ നീതിയും വിശുദ്ധിയും പ്രാപിച്ചുകൊണ്ടാണ് നമ്മൾ ദൈവസന്നിധിയിലേക്ക് എത്തുന്നത്. We have a spiritual garment in us. നമ്മളിൽ ഒരു ആത്മീയ വസ്ത്രം നമ്മളിലുണ്ട്. Okay, that spiritual garment becomes sanctified and becomes holy through the blood of Jesus Christ and through Jesus Christ. Don't forget, okay? യേശു ക്രിസ്തുവിലൂടെയും യേശുവിൻ്റെ രക്തത്താലുമാണ് നമ്മുടെ വസ്ത്രം, ആത്മീയ വസ്ത്രം എന്താകുന്നത്? വിശുദ്ധവും
പവിത്രവുമായി മാറുന്ന ആത്മീയ വസ്ത്രം വിശുദ്ധീകരിക്കപ്പെടുക. സോ വെൻ യു കം ടു ദ പ്രസൻസ് ഓഫ് ഗാഡ് ത്രൂ ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിലൂടെ നാം ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ, we are, here it's saying Jesus Christ is named as beloved, isn't it? ഇവിടെ യേശു കർത്താവിനെ പറയുന്ന ഒരു പേരുണ്ട്, പ്രിയനായവൻ എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലേ? പ്രിയനായവൻ. യേശു ക്രിസ്തു ആരാണ്? പ്രിയനായവൻ. He was beloved. Now you are entering to the presence of God with the position, like the position of Jesus. That means the name that God called his son Jesus, beloved, that name also will come to apply on you, because you are coming to his presence through Jesus Christ. യേശു ക്രിസ്തുവിൽ ആയിക്കൊണ്ടും യേശു ക്രിസ്തുവിലൂടെയും ആ യേശു ക്രിസ്തുവിൻ്റെ നീതിയെ പ്രാപിച്ചുകൊണ്ട് നാം ദൈവസന്നിധിയിൽ എത്തുന്നതിനാൽ യേശുവിൻ്റെ മേൽ വിളിക്കപ്പെട്ട പ്രിയൻ എന്നുള്ള പേര് നമ്മുടെയും പേരായി ചേർക്കപ്പെടുന്നു. ആൻഡ് ഗാഡ് വിൽ ലുക്ക് അറ്റ് യു ആൻഡ് ഷോ യു കൈൻഡ്നസ് ആൻഡ് മെർസി. ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, ഹി വിൽ എംബ്രേസ് യു ലൈക്ക് എ ഹെവൻലി ഫാദർ. ദൈവം നിങ്ങളെ എന്തുവാണ്? ആ സ്നേഹവും കരുണയും കാണിക്കുക മാത്രമല്ല, നിങ്ങളെ സ്വർഗീയ പിതാവിൻ്റെ സ്നേഹത്തിനെ പോലെ നമ്മുടെ ജീവിതത്തെ എന്ത് ചെയ്യുന്നറിയാമോ? തൻ്റെ മാറോടണയ്ക്കുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാനായി കഴിയും. ഹല്ലേലൂയ. Are you rejoicing in the Lord? So right now Jesus Christ is ready to show you his mercy and grace and compassion. Are you ready to receive from him? Just speak with your mouth, from your heart. Just you say, dear Jesus, come into my life, forgive my sins. ഇപ്രകാരം പറഞ്ഞു, യേശുവേ എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ, എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ. ഡിയർ ജീസസ്, ബി മൈ ലോർഡ് ആൻഡ് മൈ സേവിയർ. യേശുവേ, അങ്ങയുടെ പ്രിയ പൈതലായി എന്നെ മാറ്റിയാലും എൻ്റെ കർത്താവും എൻ്റെ രക്ഷിതാവുമായി അങ്ങ് തീർന്നാലും, Lord Jesus, I give my life in your holy hands. യേശുവേ, ഞാൻ എൻ്റെ ജീവിതത്തെ അങ്ങയുടെ പരിശുദ്ധ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. Take my life, Lord, in your hand. യേശുവേ, എൻ്റെ ജീവിതത്തെ അങ്ങയുടെ കരങ്ങളിലെടുത്താലും, if you pray like that, surely he will show his mercy and kindness over your life. നിങ്ങളുടെ മേൽ തൻ്റെ സ്നേഹത്തെ കർത്താവ് നിശ്ചയമായി പ്രദർശിപ്പിക്കും കേട്ടോ. സോ now when you read in Luke chapter 15, ലൂക്കോസ് സുവിശേഷം 15 അധ്യായം നോക്കുമ്പോൾ, please read when you get time from verse 11 to 27. okay? അതിൻ്റെ 15-ാം അധ്യായം 11 മുതൽ 27 വരെയുള്ള വാക്യം നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഒന്ന് വായിച്ചു നോക്കിയാൽ. ഓക്കെ, there you see about Jesus said an illustration there. In that illustration story, he said, there was a man who had two sons. അല്ലേ, യേശു കർത്താവ് ഒരു ഉപമ പറഞ്ഞു, അല്ലെ, ഒരു കഥ പറഞ്ഞു. ഒരു നടന്ന സംഭവമായിരിക്കാം, അതിൻ്റെ ഒരു കഥ യേശു പറഞ്ഞു. ആ പറഞ്ഞപ്പോൾ യേശു പറയുന്ന വാക്ക് ഇങ്ങനെയാണ്: ഒരു മനുഷ്യന് 2 മക്കളുണ്ടായിരുന്നു. Hallelujah. And its younger son one day came to the father and said, Father, give me my portion of the land or possession, whatever you wanted me to give in the later time. Give it to me right now. I want to go and do some job and establish my life. So what the father did was, he gave him what he was allotted to get. And now then what that youngest son done was, he went far away from the home and he lived as he pleased to live. Okay, അവിടെ യേശു കർത്താവ് പറഞ്ഞ ഈ 2 മക്കളെ കുറിച്ച് പറഞ്ഞ ഉപമയിൽ, അതിൻ്റെ ഇളയ മകൻ എന്ത് ചെയ്യുന്നറിയാമോ? അപ്പൻ്റെ അടുക്കൽ വന്നിട്ട്, ആ പിതാവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞ വാക്കിങ്ങനാണ്: അപ്പം എനിക്ക് അവകാശപ്പെട്ടതിന് എൻ്റെ കയ്യിൽ തരാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ എനിക്ക് ദൂരദേശത്ത് പോയി നല്ലൊരു ജോലി ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പൻ എന്ത് ചെയ്യുന്നറിയാമോ? അവന് കൊടുക്കണമെന്ന് ഉദ്ദേശിച്ചിരുന്നതായ പോർഷൻ അവൻ്റെ കരങ്ങളിൽ കൊടുത്തു. പക്ഷെ ആ വാങ്ങിയ ഉടനെ അവൻ എന്ത് ചെയ്യുന്നറിയാമോ? അവനിഷ്ടമുള്ള സ്ഥലത്ത് പോയി അവനിഷ്ടമുള്ളതുപോലെ ജീവിച്ചു. ഓക്കെ, he didn't done any good development for establishing for his future life, but what he done was, he wasted all of the possession
and became empty in the midst of that foreign land. അല്ലേ, തൻ്റെ കരങ്ങളിലുണ്ടായിരുന്ന സമ്പത്ത് മുഴുവൻ തൻ്റെ ഇഷ്ടപ്രകാരം താൻ ചെലവഴിച്ചതിന് ശേഷം എന്ത് വന്നെന്നറിയാമോ? എല്ലാം നഷ്ടപ്പെടുത്തിയതിന് ശേഷം ആ മനുഷ്യൻ്റെ കയ്യിൽ ഒന്നുമില്ലാതായി മാറി. ആ ആ ദൂരദേശത്ത് ഒന്നുമില്ലാത്ത മനുഷ്യനായി ആ ഇളയ മകൻ മാറി എന്നുള്ളതാണ്. Now, what this youngest son did was, after some long time, after some years, what he done was, one of the day he thought himself, I am going to back to my father because my father is loving and merciful and compassionate. അടുത്ത ഈ ഇളയ മകൻ ചിന്തിച്ചൊരു കാര്യം എന്നറിയാമോ? ഒരു തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം എന്ന് ചിന്തിച്ച സമയത്ത് താൻ ഇപ്രകാരം ചിന്തിക്കുകയാണ്, ഞാൻ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് തിരികെ പോകാൻ പോവുകയാണ്. എൻ്റെ അപ്പനൊരു സ്വഭാവമുണ്ട്, എൻ്റെ പിതാവിനൊരു സ്വഭാവമുണ്ട്. ആ പിതാവ് കരുണയുള്ളവനാണ്, ദയയുള്ളവനാണ്, സ്നേഹമുള്ള എൻ്റെ അപ്പനാണ്. ഹല്ലേലൂയ. ആ ഇളയ മകൻ എന്തറിയാമോ? സന്തോഷത്തോടെ ആ സ്നേഹത്തെ ഓർത്തുകൊണ്ട് ആ മനുഷ്യൻ എന്ത് ചെയ്തു? ആ ഇളയ മകൻ അപ്പൻ്റെ അടുക്കിലേക്ക് തിരികെ ചെന്നതിനെ കുറിച്ച് ബൈബിൾ പറയും. Now, when you read in that portion, you see when this youngest son came back to the home, when this father, saw it in a far distance, he identified the one person is coming from far distance. He is looking like my son. Now, when he identified that was his youngest son, he ran toward him and hugged him and just embraced him with full of love. അപ്പൻ എന്ത് ചെയ്യുന്നറിയാമോ? ഓടിച്ചെന്ന് ആ മകനെ മാറൊണച്ച് ചുംബിച്ചിട്ട് ആ മകനെ എന്ത് ചെയ്യുന്നറിയാമോ? ആ സ്നേഹത്തിൻ്റെ മറവിൽ അങ്ങ് മറച്ചു. Hallelujah. These things you can experience in your life too, my dear friends. If you need such a compassion, if you need a forgiveness, Jesus Christ is ready to restore you to the relationship with him, and you can start a new life with the grace of God. ദൈവത്തിൻ്റെ കൃപയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ആരംഭങ്ങൾ നടത്താൻ, ഒരു പുതുക്കം ഉണ്ടാകാൻ, ഒരു പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ദൈവത്തിന് കൃപ നൽകാനായി കഴിയുമെന്നുള്ള കാര്യം മറക്കരുത്. ഓക്കെ. Now, what this father done, one of the thing is very, very amazing. What the father did was, told to the servants and said to them, change my son's garment, because this garment is looking like altogether dirty now. Hallelujah. Now, what this father done was, told to the servants, remove this dirty cloth and make his body sanctified again. Dirty cloth be removed. And then father gave his own kept garment for him. For so long years he was keeping a garment for his son. When he come back, he wanted to give to his hand. അല്ലെ, തൻ്റെ മകൻ മടങ്ങി വരുമ്പോൾ കൊടുക്കണമെന്ന് ചിന്തിച്ച് താൻ വച്ചിരുന്നതായ വിശുദ്ധിയുള്ള അല്ലെ നല്ല വസ്ത്രം, ആ വസ്ത്രം താൻ സൂക്ഷിച്ചു വച്ചിരിക്കുകയായിരുന്നു. അല്ലെ, അതെടുത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഈ വസ്ത്രം എൻ്റെ മകനെ അണിയിക്കൂ. Hallelujah. Do you understand? Then he said, take this ring, ring of his, and place it in his finger. Hallelujah. Because he had once a ring, but he lost because of his lazy living, his prodigal living. അല്ലെ, ദുഷിച്ചൊരു ജീവിതത്തിലൂടെ തൻ്റെ കരങ്ങളിൽ തൻ്റെ വിരലിലുണ്ടായിരുന്ന നല്ലൊരു മോതിരം ഉണ്ടായിരുന്നു, അതിനെ താൻ കളഞ്ഞു കുടിച്ചു. പക്ഷേ അപ്പൻ്റെ അടുക്കിലേക്ക് വന്നപ്പോൾ അപ്പൻ പറയുകയാണ്, നല്ലൊരു വസ്ത്രം എടുത്ത് കൊടുക്കൂ. അടുത്ത് പറയുകയാണ്, അവന് നല്ലൊരു മോതിരം എന്ത് ചെയ്യൂ, അവൻ്റെ കയ്യിൽ വിരലിൽ എന്ത് ചെയ്യൂ, അണിയിക്കൂ. Then he kissed him and embraced him and said, oh, I got my son back, and said to everyone, let us rejoice. My son came back. I thought he was dead, but I got him as a living son. Hallelujah. അപ്പം പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ മകൻ മരിച്ചവനെ പോലെ ആയിരുന്നു, പക്ഷെ ഇന്നിതാ എൻ്റെ മകനെ എനിക്ക് തിരികെ കിട്ടിയിരിക്കുന്നു. Hallelujah. That is the loving nature of God the Father, God Almighty. When you come to Jesus Christ, you are looking at the face of the Father.
that loving Father's God Almighty's eyes will look at you with compassion. God looking us through Jesus Christ, through the eyes of Jesus Christ. And He is full of compassion and mercy like a heavenly Father. Hallelujah. Thank you, Jesus. മനസ്സിലാവുന്നുണ്ടോ? ദൈവമായ കർത്താവ് യേശു ക്രിസ്തുവിലൂടെ നമ്മെ നോക്കുമ്പോൾ എത്രയോ മനസ്സിലുകൂടെ ദയോടെ കർത്താവ് നമ്മെ നോക്കുകയാണ് എന്ന് തിരിച്ചറിയുക. Right now, I just request every one of you, please don't neglect to come back to the presence of God. ദൈവത്തിൻ്റെ അടുക്കൽ മടങ്ങി വരാനുള്ള അവസരത്തെ തള്ളിക്കളയുകയും ഉപേക്ഷയായി ചിന്തിക്കുകയും ചെയ്യരുത്. Maybe this is your time. ഒരുപക്ഷെ ഇന്ന് നിങ്ങളുടെ ദിവസമാകാം. Maybe tomorrow may not be having your day. ഒരുപക്ഷെ നാളെ നിങ്ങളുടെ ദിവസമല്ലായിരിക്കാം. But when you listen this message right now, ഇന്ന് നിങ്ങൾ ഈ ദൈവവചനം കേൾക്കുമ്പോൾ, look to the eyes of Jesus Christ by faith, by believing my Jesus Christ is full of mercy and full of compassion toward me. പ്രകാരം ചിന്തിച്ച് യേശുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് വിശ്വാസത്തോടെ പറഞ്ഞ്, എൻ്റെ യേശുവേ, അങ്ങെന്നിലെ എന്നോട് കരുണയും ദയയുമുള്ള കർത്താവാകയാൽ നന്ദി. എന്നെ സ്നേഹിക്കുന്നതിനായി നന്ദി. Can you say that? Can you come to His presence by believing that? യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് അപ്രകാരം വിശ്വസിച്ചുകൊണ്ട് അടുത്ത് വരാമോ? എൻ്റെ യേശു എന്നെ സ്നേഹിക്കുന്നു, എൻ്റെ യേശു എന്നെ തൊടും, യേശു എന്നെ മാറണയ്ക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് അടുത്ത് വരാമോ? Can you believe that Jesus Christ will touch me? Jesus Christ will show me the mercy. He will touch me. He will bless me. He will show me the loving compassion over me. Can you believe that? Can you, with believing that word, that promise, and can you come to the presence of God with full of faith? Hallelujah. Let us pray together right now. While we pray, let the hand of God touch every one of you. നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ യേശു കർത്താവിൻ്റെ കരം നിങ്ങളെ തൊടട്ടെ. Let God stretch His hand and touch you and bless you. യേശു കർത്താവ് തൻ്റെ കരം നീട്ടി നിങ്ങളെ തൊടട്ടെ. Whatever situation you are being in, whatever challenges you are facing, there is a God who is ready to strengthen you. See, here it's saying, see, He is ready to help you. He is ready to give you grace. നമ്മെ സഹായിപ്പാനും കരുണ കാണിക്കാനും കർത്താവിന് കഴിയുമെന്നാണ് അവിടെ പറഞ്ഞേക്കുന്നത്. So please run to the presence of the Lord Jesus Christ. യേശു കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഓടിച്ചെന്ന്. Shall we pray together? Hallelujah. You just look to Jesus and pray, okay? With me. Please look to the Jesus Christ and pray. യേശു കർത്താവിനെ നോക്കി ഒന്ന് പ്രാർത്ഥിച്ചേ. Dear loving Heavenly Father, we thank you and we praise you for this beautiful time. Dear Lord, we know that you know our hearts and how far away we are being in that you know. You search us our heart, O Lord. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തെ അറിയുന്ന കർത്താവാണ്. And Lord Jesus, we know that you will show your love and mercy and compassion toward our life. Right now, dear Jesus, I pray for everyone, those who are watching today's broadcast. In the name of Jesus Christ, let everyone receive the mercy, compassion, love of Jesus Christ. And because of that, let every life be restored to the fellowship of the Lord. Let them enjoy the loving relationship of you, my Lord. എല്ലാവരും അങ്ങയുടെ സ്നേഹത്തിൻ്റെ സ്പർശനം അനുഭവിക്കട്ടെ. എല്ലാവരും അങ്ങയുടെ സ്നേഹത്തെ അനുഭവിച്ചറിയട്ടെ കർത്താവേ. Dear Jesus Christ, right now, let your love be fill every hearts. എല്ലാവരുടെ ഹൃദയങ്ങളെയും അങ്ങയുടെ സ്നേഹത്താൽ നിറയ്ക്കണമേ അപ്പ. Let every heart be filled with the compassion of Jesus Christ. എല്ലാ ഹൃദയങ്ങളും അങ്ങയുടെ മനസ്സലിവിനാൽ നിറയട്ടപ്പ. Let every heart be filled with the grace and mercy of God. ദൈവത്തിൻ്റെ കരുണയും കൃപയും കൊണ്ട് എല്ലാ ഉള്ളങ്ങളും നിറയട്ടെ.
and let every life be transformed according to your will. Hallelujah. ദൈവഹിതപ്രകാരം എല്ലാ ജീവിതങ്ങളും പണിയപ്പെടട്ടെ. And let them enjoy the blessings of God. ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ അവർ അനുഭവിച്ചറിയട്ടെ. We ask this prayer in Jesus Christ's mighty name. Amen. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. Amen. Amen. Thank you so much for tuning in. Let God bless you abundantly. See you next time. Bye-bye. Hallelujah.